ഇവൻ അവളെ തല്ലിയിട്ട് ദയവേത് ധരിക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, ജസ്റ്റ് സെക്സ് മാത്രമാണ്, മറ്റൊന്നുമില്ല, നിനക്കോ എനിക്കോ വേറെ വഴിയില്ലെന്നും പറഞ്ഞ് ഇയാൾ നിർബന്ധിച്ച് അവളെ കൊണ്ടത് ധരിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റൈലായിട്ട് തന്തബോസ് അങ്ങോട്ട് വരുന്നത്. ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാവും. തന്തബോസ് അവളോട് പറയും, നിന്റെ കാമുകൻ നിന്നെ പ്രണയിക്കുന്നു എന്നാണോ നീ വിചാരിക്കുന്നത്? അവൻ പ്രണയിക്കുകയാണെങ്കിൽ നിന്നെ എനിക്ക് തരില്ലായിരുന്നു, നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. നീ തെറ്റിദ്ധരിച്ചു, അവന് നിന്നോട് പ്രണയമൊന്നുമില്ല. പക്ഷേ എനിക്ക് നിന്നോട് പ്രണയമാണ്, ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. തിരിഞ്ഞു നിൽക്കുന്നും പറഞ്ഞ് ഇയാൾ അവളുടെ കൈകൾ കെട്ടിയിട്ട് തലയിൽ കവറിട്ട് മൂടും. എന്നിട്ട് ശ്വാസം മുട്ടിക്കും. റേപ്പ് ചെയ്യല്ല ചെയ്യുന്ന, അവളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചിട്ട് അതിൽ സുഖം കണ്ടെത്തുക. അങ്ങനെ ഒരു സൈക്കോ. പക്ഷെ കൊല്ലുന്നില്ല. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ ഈ കേസ് വീണ്ടും അന്വേഷിക്കുന്ന അറിഞ്ഞിട്ട് സീനിയർ ഹീറോയെ വന്ന് കണ്ട് ചീത്ത പറയാണ്. കേസ് ക്ലോസ് ചെയ്തു, വീണ്ടും നീ ഓപ്പൺ ചെയ്തിരിക്കുന്നു, എന്ത് ധിക്കാരാണ് നിനക്ക്? ഹീറോ പറയും, നമ്മുടെ വിക്ടിംസ് എല്ലാം ലൂക്കാസിന്റെ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ആ ലൂക്കാസിന്റെ ലോയറാണ് ബൊക്കുക്ക, മോണിക്കയുടെ ഫാദർ. എനിക്കിതിൽ സംശയമുണ്ട് സാർ. സീനിയർ പറയും, ഒരു സംശയവുമില്ല, ആ കേസ് ക്ലോസ് ആയി. ഇനി അത് നീ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നിനക്ക് ഇവിടെ ജോലിയില്ല, മറ്റൊരു സ്ഥലത്തേക്ക് നിന്നെ ട്രാൻസ്ഫർ ചെയ്യും. പറഞ്ഞ് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് സീനിയർ ഇറങ്ങിപ്പോ. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ മോണിക്ക നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ഒരു പോലീസുകാരനോട്, ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഞാനൊരു കൊലപാതകവും നേരിട്ട് കണ്ടു എന്ന് പറയും. അപ്പൊ ആ പോലീസുകാരൻ ഇത് രണ്ടും ചെയ്തത് ആരാണെന്ന് ചോദിക്കും. ഹീറോയും പറയും ലൂക്കാസ് ആണെന്ന്. ആ പേര് കേട്ടിട്ട് പോലീസുകാരൻ, അയാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ്, അത് തനിക്ക് അറിയാലോ, താൻ ഇവിടെ കേസ് ഫയൽ ചെയ്താൽ അത് ഒഫീഷ്യലായി പിന്നീട് അന്വേഷണം വരാൻ വേണ്ടി 1-2 ദിവസങ്ങൾ താമസിക്കാം. ആ സമയത്തിനുള്ളിൽ ലൂക്കാസ് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, തനിക്കതറിയാലോ. ഹീറോയും പറയും, എനിക്കറിയാം, പക്ഷെ ഇപ്പൊ തന്നെ ഞാനൊരു ടെസ്റ്റ് മണി കൊടുക്കണം, ഇപ്പൊ തന്നെ എന്റെ മരണമൊഴി എടുക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം ലൂക്കാസാണ്. ശരിയെന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ ഫോൺ എടുത്ത് ഒരു ജഡ്ജിനെ വിളിക്കും. എന്റെ കൂടെ മോണിക്ക ബൊക്കുക്കയുണ്ട്, അവൾക്ക് ഒരു പീഡനവും കൊലപാതകവും റിപ്പോർട്ട് ചെയ്യണം. ഇതും പറഞ്ഞിട്ട് പോലീസുകാരൻ ഫോൺ മോണിക്കയുടെ കയ്യിൽ കൊടുക്കുന്നു. മോണിക്ക ഹലോ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോകും. സംഭവം ഈ പോലീസുകാരൻ ചതിച്ചതാണ്. അയാളെ വിളിച്ചത് ലൂക്കാസിനായിരുന്നു. ലൂക്കാസിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാരുണ്ടല്ലോ, പോലീസിലുള്ളത് ഇയാളാണ്. അവിടുന്ന് ലൂക്കാസിന്റെ ആൾക്കാർ വന്ന് ഹീറോയിനെ പിടിച്ചോണ്ട് പോകും. ലൂക്കാസ് കടുത്ത ദേഷ്യത്തിലിരിക്കാവും. അവൻ മോണിക്കയെ എന്താ ചെയ്തതെന്നറിയില്ല. അവള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നടക്കാൻ വയ്യാതെ കണ്ണീരോടെ കരഞ്ഞിട്ടാണ് വരിക. അമ്മ ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല. ഞാൻ കിടക്കാൻ പോകുന്ന അമ്മ ക്ഷീണാണെന്നും പറഞ്ഞ് ഇവള് മുറിയിലേക്ക് ചെന്ന് ഷവറിന് താഴെ കരഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് കാണിക്കുന്ന അവളുടെ ശരീരത്തു നിന്നും രക്തം ഒഴുകുന്നുണ്ടാവും, ഒരുപാട് രക്തം. അവൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഹീറോയുടെ കൂടെ 2 പോലീസുകാരുണ്ട്. ഹീറോ വീണ്ടും ഈ പോലീസുകാരുടെ സഹായത്തോടു കൂടി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. നേരത്തെ കാണാതായ ചില പെൺകുട്ടികളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് നീളമുടിക്കാരനോട് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, അതിൽ ഓരോ പെൺകുട്ടികളും 2016 ഒരു പെൺകുട്ടി വണ്ടിയിടിച്ച് മരണപ്പെട്ടു, 18 ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു, അവളെ കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെ പല സമയത്തും പല പെൺകുട്ടികളും കാണാതായിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ആ ക്ലബിൽ വർക്ക് ചെയ്ത പെൺകുട്ടികളാണ്, പല ജോലിയിൽ. ഇത് കേട്ട് മറ്റേ പോലീസുകാരൻ പറയും, നമുക്ക് ആ പെൺകുട്ടികളെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ആ കേസുകളെല്ലാം ക്ലോസ് ആണ്, ആ കേസുകളിലൊന്നും കൈവയ്ക്കാൻ പറ്റില്ല, പിന്നെന്ത് ചെയ്യാനാ? അപ്പൊ ഹീറോ മോണിക്കയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പിൽസിന്റെ കവറില്ലേ, അത് ഈ നീളമുടി പോലീസുകാരനോട് കൊടുത്തിട്ട് ഈ കവറിൽ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു മാച്ച് കിട്ടിയാൽ നമുക്കത് ഉപകരിക്കും. ഇത് കേട്ട് മറ്റേ പോലീസുകാരൻ പറയും, ഇങ്ങനെ അനധികൃതമായിട്ട് ചെക്ക് ചെയ്യണതെങ്ങാനും സീനിയർ അറിഞ്ഞാൽ പിന്നെ ജോലി പോകാൻ സാധ്യതയുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോ, ചില ആൾക്കാരുടെ മക്കൾ പെൺകുട്ടികൾ റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിനക്ക് മക്കളുണ്ടോടാ, നീ എന്തിനെക്കുറിച്ചായി പറയുന്നു? അയാൾ അറിഞ്ഞോ അറിയാതെയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ഇതും പറഞ്ഞ് ഹീറോ ചൂടാവാണ് അവരോട്. ഈ സമയത്ത് നമ്മുടെ അമ്മച്ചി, ജഡ്ജമ്മ ആ ക്ലബിലേക്ക് ചെല്ലുന്നു. ഒറ്റയ്ക്ക് നേരിട്ട് ആ ക്ലബിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ തന്നെ കണ്ണിന്റെ ഭാഗത്ത് ഇടികിട്ടിയ ഒരു പെണ്ണ് അവിടെ നിൽപ്പുണ്ടാവും. എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ പെണ്ണ് മാറിപ്പോയി. പിന്നെ ഒരു പുരുഷനാണ് വരുന്നത്. അമ്മച്ചി ആ പുരുഷനോട് ചോദിക്കും, നിങ്ങൾക്ക് മോണിക്ക ബൊക്കുക്കിനെ അറിയോ? ഇവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ പറയും, എനിക്കറിയില്ല, ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഇടയ്ക്കാണ് വന്ന്, എനിക്ക് എല്ലാവരും അറിയില്ല, നിങ്ങൾക്ക് എന്താണ്, വേറെന്തെങ്കിലും വേണോ? അമ്മച്ചി, കുറച്ച് വെള്ളം മാത്രം മതി എന്ന് പറയും. അപ്പോൾ ഈ ചങ്ങായി വെള്ളം എടുക്കാൻ പോണ സമയത്ത് കണ്ണുകൊണ്ട് മറ്റൊന്ന്-2 പേർക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഉടനെ ഒരു ലേഡി നമ്മുടെ അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്ന് എനിക്കും കൂടി ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പൊ അമ്മച്ചി, നിനക്ക് മോണിക്ക ബൊക്കുക്കിനെ അറിയോ, പരിചയമുണ്ടോ, ഞാൻ നിനക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരാന്ന് പറയും. അപ്പൊ ആ ലേഡി, നിങ്ങൾ എന്തിനാണ് അവളെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, അതെന്റെ മോളായിരുന്നു, അവള് കൊല്ലപ്പെട്ടു. ഈ പെണ്ണ് ചിരിച്ചിട്ട് മെല്ലെ ആരും കാണാതെ ജഡ്ജമ്മ കുടിക്കുന്ന ഡ്രിങ്ക്സ് തള്ളി മാറ്റി, അത് കുടിക്കല്ലേ, അതിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട്, ഇവരൊരിക്കലും നിങ്ങളെ ഇവിടുന്ന് പുറത്തു പോകാൻ അനുവദിക്കില്ല, നിങ്ങൾ വന്ന് മോളുടെ കാര്യം ചോദിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ കഴിയില്ല, ഒരു കാര്യം ചെയ്യൂ, നേരെ ബാത്റൂമിലേക്ക് പോകണം, അവിടെ ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോ തുറന്ന് പുറത്തേക്ക് ചാടി തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ, വേറെ രക്ഷയില്ല, ഈ കോട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടാണെന്ന് വിചാരിക്കും. എനിക്ക് മോണിക്കയെ അറിയാം, വളരെ നല്ല പെൺകുട്ടിയായിരുന്നു, ഇപ്പൊ പോയിക്കോളൂ,
ദയവേത് പോകുമെന്ന് പറഞ്ഞ് ആ പെണ്ണ് ഹീറോയിനെ പറഞ്ഞോടും. അമ്മച്ചീനെ സോറി കേട്ടോ, ദേഷ്യമുണ്ടോ? അമ്മച്ചി ബാത്റൂമിന് നേരെ നടന്നു പോവാം. പക്ഷെ ഒരു സിപ്പ് വെള്ളം കുടിച്ചില്ലേ, അതിൽ തന്നെ അവർ കിറങ്ങിപ്പോയി. അവർക്ക് ബോധം നേരെ കിട്ടുന്നില്ല. ശരീരമൊക്കെ കുഴഞ്ഞ് തൊണ്ടയൊക്കെ വരണ്ട് എങ്ങനെയൊക്കെയോ അവരാ വിൻഡോ കണ്ടുപിടിച്ചു ബാത്റൂമില്. അപ്പോഴേക്കും ഒരു ഗുണ്ടൻ പുറകെ വരുന്നുണ്ട്. ഇവര് വിൻഡോന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ചാടി ഓടാൻ തുടങ്ങും. കാല് ഉറക്കുന്നില്ല പുറകില്. ഗുണ്ടൻ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഭാഗ്യത്തിന് ഇവര് ചാടി വണ്ടിക്കകത്ത് കയറി ഡോർ അടച്ചു. ആ ഗുണ്ടനെ ഇടിച്ചു തള്ളിയിട്ട് കാർ വേഗത്തിൽ ഓടിച്ച് നേരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പോലീസ് കാറിൽ ഇടിച്ചിട്ടാണ് അമ്മച്ചി വണ്ടി നിർത്തുക. അങ്ങനെ പോലീസുകാർ അവരെടുത്തോണ്ട് ആശുപത്രിയിലേക്ക് വന്നു. അധികം വൈകാതെ വിവരം അറിഞ്ഞിട്ട് ഹീറോയും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഹീറോയോട് ജഡ്ജമ്മ ആ ക്ലബിലേക്ക് പോയതും അവർക്ക് മയക്കുമരുന്ന് കൊടുത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതേപോലെ ഹീറോ പിൽസിന്റെ പാക്കറ്റ് കൊടുത്തില്ലേ പുള്ളിക്കാരന്റെ കയ്യിൽ, അതിലൊരു ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു അത്രേ. അവന്റെ പേര് വാൾഡ്മാർ മില എന്നാണ്. അവൻ കസാറിന്റെ ബഡ്ഡി ജോലിക്കാരനാണ്. അവന്റെ പ്രിന്റാണ് ഈ പിൽസിലുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ മോണിക്കയുടെ കാമുകൻ. മോണിക്കയുടെ മരണം സംഭവിച്ച അടുത്ത ദിവസം മുതൽ അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവനെവിടെ ഒളിവിൽ പോയി. അന്വേഷണം അവനിൽ നിന്ന് ആരംഭിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ആ കാമുകന്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചേച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അനിയൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് വരാറില്ല, എപ്പോഴെങ്കിലും വരുള്ളൂ. ഇപ്പൊ വന്നിട്ട് 3-4 മാസമായി. എവിടെയാണ്, എന്താണ് ചെയ്യണേന്ന് എനിക്ക് അറിയില്ല എന്നാണ് ചേച്ചി പറയുക. ഇവര് പുറത്ത് ചെന്ന് കാവലിരിക്കും കുറച്ചേരം, ഈ ചേച്ചി എന്താ ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ചേച്ചി വേഗം പുറത്തു വന്ന് കാറെടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇവരും ഫോളോ ചെയ്ത് പോകും. ആ ചേച്ചി അറിയാതെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. ഒരു പഴയ ബിൽഡിങ്ങിലേക്കാണ് ഈ ചേച്ചിയമ്മ കയറി പോകുന്നത്. പിന്നീട് ഇറങ്ങിപ്പോകും. ഇവർക്ക് മനസ്സിലായി ആ കാമുകൻ പഴയ ബിൽഡിങ്ങിലാണുള്ളതെന്ന്. ഹീറോ പോലീസുകാരോട് പറയും, ഞാൻ നേരിട്ട് ചെന്ന് അവനോട് സംസാരിക്കാം. പോലീസുകാർ പറയും, അവൻ നിന്നെ കണ്ട ഉടനെ വെടിവെച്ച് കൊന്നുകളയും, പോകണ്ടെന്ന്. അതിന് ഹീറോ, ഞാനൊരു പ്രോസിക്യൂട്ടറാണ്, പോലീസ് അല്ലല്ലോ, അതുകൊണ്ട് അവൻ എന്നെ ഷൂട്ട് ചെയ്യാൻ സാധ്യമില്ല, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ആ പഴയ കെട്ടിടത്തിനകത്തേക്ക് പോകുന്നു. പോലീസുകാർ പറഞ്ഞ പോലെ തന്നെ ആ കാമുകൻ തോക്കുമായിട്ട് വരും. നിനക്കെന്താടാ ഇവിടെ കാര്യം എന്ന് ചോദിച്ചിട്ട് ഹീറോ പറയും, എന്റെ പേര് ബിൽസിക്കി എന്നാണ്, ഞാൻ ഒരു പ്രോസിക്യൂട്ടറാണ്, മോണിക്കയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാണ്. അത് കേട്ട് കാമുകൻ, മോണിക്കയ്ക്ക് എന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ, അവളൊരുത്തൻ പീഡിപ്പിച്ച് കൊന്നു, അവൻ അറസ്റ്റിലായി, ഇനി എന്താ നിനക്കറിയേണ്ടത്? അപ്പൊ ഹീറോ, 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ക്ലബ്ബിൽ വെച്ച് മരണപ്പെട്ടു. കസാറല്ലേ അവളെ കൊന്നത്, നിനക്കെല്ലാം അറിയാം. നീ കസാറിനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാൻ പറ്റും. നീ ഒരു കീ വിറ്റ്നസ് ആയിട്ട് മാറുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ഹീറോയുടെ സംസാരം ഏകദേശം വർക്കൗട്ടായി തുടങ്ങുമ്പോഴേക്കും മറ്റേ പോലീസുകാര് ചാടിക്കേറി വന്നു. പോലീസ് തോക്ക് താഴെന്ന് പറഞ്ഞിട്ട് ഈ കാമുകനാകെ വിറച്ചു പോവും. പക്ഷേ അവൻ തോക്ക് താഴ്ത്തുന്നുണ്ട്. താഴ്ത്തിയാലും ഈ പോലീസുകാരൻ, സ്പൈഡർ എന്ന് പറയുന്ന പോലീസുകാരൻ, പടപടയെന്ന് ഷൂട്ട് ചെയ്ത് ആ കാമുകനെ കൊന്നുകളയും. ഹീറോ ചാടി, സ്പൈഡർ നിനക്ക് എന്താടാ പറ്റിയത്, നീ എന്തീ കാണിക്കുന്നു, നീ എന്തിനാടാ അവനെ കൊന്നെന്ന് ചോദിക്കുമ്പോഴേക്കും സ്പൈഡർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവൻ എന്താ കാണിക്കണേന്ന് ഇവർക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സ്പൈഡറുടെ അടുത്താണ് മോണിക്ക കംപ്ലൈന്റിന് വന്നത്. അവൻ ശരിക്കും കസാർ ലൂക്കാസിന്റെ ആളാണ്. ഈ ഒരു പോലീസ് ഷൂട്ടൌട്ട് സംഭവിച്ചതുകൊണ്ട് ഹീറോനെ ആ സ്ഥലത്തുനിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ ഓർഡർ വന്നു. സീനിയർ വന്ന്, കൺഗ്രാജുലേഷൻസ്, 1 മാസത്തിൽ നിനക്ക് ഇവിടെ നിന്ന് ജോലിയും കാലിയാക്കി മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവാം. അതിന് ഹീറോ ഒന്നും മിണ്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ജഡ്ജമ്മേനെ ചെന്ന് കാണുന്നു. ഈ ലൂക്കാസിന്റെ വീട് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിഡൻസ് എന്തെങ്കിലും കിട്ടും. പക്ഷേ സീനിയർ ആ വാറണ്ട് ഇഷ്യൂ ചെയ്യില്ല. എവിഡൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല, നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് അവരിങ്ങനെ കടൽക്കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി പറയും, മോണിക്കയ്ക്ക് 14 വയസ്സുള്ളപ്പോൾ അവൾ ഒരു ക്യാമ്പിന് പോയി. ആ ക്യാമ്പ് കഴിഞ്ഞ് വന്ന പെണ്ണ് ആളാകെ മാറിപ്പോയിരുന്നു. ഡിപ്രസ്ഡ് ആയിരുന്നു, ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവൾ റെഡിയായി, വളരെ ഹാപ്പിയായി, കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവളുടെ രൂപത്തിനും ഭാവത്തിനൊക്കെ മാറ്റം വന്നു. നന്നായി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്തില്ല. ടീനേജ് അല്ലേ, കുട്ടികൾക്ക് മാറ്റം വരും എന്ന് വിചാരിച്ചു വിട്ടു. പക്ഷേ അന്ന് തന്നെ ഞാൻ ചോദ്യം ചെയ്യണമായിരുന്നു. ആ ക്യാമ്പിൽ അവൾ ആരെങ്കിലും സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതായിരിക്കും അവളുടെ മാറ്റത്തിന് കാരണം. ഒരമ്മ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അവർ വിഷമിക്കും. അത് കഴിഞ്ഞ് അവർ നേരിട്ട് തൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് വന്നിട്ട് സത്യം പറയും, തനിക്കും ഈ ലൂക്കാസ് കസറാക്കിക്കും തമ്മിൽ എന്താണ് ബന്ധം, താൻ എത്ര കാലമായി അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, നമ്മുടെ മോളുടെ മരണവുമായിട്ട് തനിക്ക് ബന്ധമുണ്ടോ? ഇത് കേട്ട് അച്ഛൻ പറയും, നിനക്കെൻ്റെ പെൻഡ്രൈവ് കിട്ടി, ഞാൻ പറയാതിരുന്നാലും ഞാൻ ചിലപ്പോൾ ചത്തുപോകും. നമ്മുടെ മോള് മരിക്കുന്നതിന് 1 ആഴ്ച മുന്നേ എന്നെ കാണാൻ വന്നിരുന്നു. ആ ലൂക്കാസും ആ റൗഡിയും അവൾക്ക് ചെയ്ത ക്രൂരതകൾ പറഞ്ഞു, എന്നോട് കരഞ്ഞു. പക്ഷെ അവള് വരുന്നതിന് 1 മാസം മുന്നേ തന്നെ ഈ ലൂക്കാസ് എന്നെ വന്ന് കണ്ടിട്ട് മോളുടെ ന്യൂഡ് പിക്ചർ എനിക്ക് കാണിച്ചിട്ട്, മോളെ ഞാൻ ഇല്ലാതാക്കി കളയും, മോളെ ജീവനോടെ വേണമെങ്കിൽ, മോളുടെ ന്യൂഡ് പിക്ചർ പുറത്ത് ലീക്കാവാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ താൻ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ചില ഇല്ലീഗൽ ബിസിനസ്സുകൾ ലീഗലാക്കി മാറ്റാൻ ഈ വക്കീലിനെ ഉപയോഗിച്ചു. ഞാനത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്നാണ് അയാൾ പറഞ്ഞ്. മോള് പേടിക്കാതെ, അയാൾ മോളൊന്നും ചെയ്യില്ല. ഞാൻ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരന് ചെയ്തു കൊടുത്തല്ലേ, അവൻ മോളൊന്നും ചെയ്യില്ല.
ഇത് കേട്ട് മോള് പറയും, ഇല്ലച്ച, അവൻ ഒരാളെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അവൻ വേറെയും പെണ്ണുങ്ങളെ കൊന്നിട്ടുണ്ടാവണം. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോലീസിൽ അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിരുന്നു. പക്ഷേ പോലീസിലെ ആൾക്കാർ അവനെയാണ് സഹായിച്ച്. ഇത് കേട്ടുടനെ അച്ഛൻ ഞെട്ടിയിട്ട്, മോള് പേടിക്കാതെ, ആദ്യം മോൾ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കുക. ആ സ്ഥലം എന്നോട് പോലും പറയണ്ട. മോൾ ഒളിച്ചിരിക്കുന്ന സമയം അപ്പൻ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാം. സ്ഥലം നിന്റെ മനസ്സിലുണ്ടോന്ന് ചോദിക്കുമ്പോൾ മോള് പറയും, എനിക്കറിയാം, ഞാൻ കണ്ടുപിടിക്കാം. അങ്ങനെ മോൾ ഒളിക്കാൻ ചെന്നാണ്. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ അച്ഛൻ പറയും, ആ ഒളിച്ച പെണ്ണിനെ ലൂക്കാസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നറിയില്ല. പക്ഷേ ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോഴും അവൻ പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. മകളുടെ കൊലപാതകത്തിൽ എനിക്ക് ബന്ധമില്ല എന്നാണ്. എന്നാൽ ഈ കാര്യങ്ങൾ പുറത്താരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ അവൻ ഇല്ലാതാക്കും. അതായത് ജഡ്ജമ്മേനെ കൊന്നുകളയെന്ന് പറഞ്ഞ് കസാറ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജഡ്ജമ്മ ചോദിക്കും, നിങ്ങൾ എന്താണ് അവന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്? ഇല്ലീഗലായ ഒരുപാട് ബിസിനസ്സുകൾക്ക് മുന്നിൽ ലീഗലായ മറ്റു ചില ബിസിനസ്സുകൾ വെച്ച് മറച്ചു. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പെൻഡ്രൈവിലുണ്ട്. ആ എവിഡൻസ് തന്നെ മതി അവനെ കുറച്ചു കാലം ജയിലിനകത്ത് പൂട്ടിയിടാൻ, അവരുടെ ഗ്യാങ്സ്റ്റർ ലോകം ഇല്ലാതാക്കാൻ. നീ അത് കൊണ്ടുപോയി ചെയ്തോളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മ ചോദിക്കും, ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈസൻസ് ബാറാവും, നിങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് അച്ഛൻ പറയും, ഇനി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മോള് തന്നെ പോയി ഇനി ജോലി ചെയ്തിട്ട് സമ്പാദിച്ചിട്ട് ആർക്ക് വേണ്ടി എന്ന് പറഞ്ഞ അച്ഛൻ കരയാണ്. പക്ഷെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആർക്ക് ഈ പെൻഡ്രൈവ് കൊടുക്കും? അമ്മച്ചി പറയും, എനിക്കൊരാളറിയാം, വിശ്വസ്തനായ ഒരാൾ. അത് നമ്മുടെ ഹീറോ ആയിരിക്കും. സോ ഹീറോയുടെ കയ്യിൽ എവിഡൻസ് കിട്ടുന്നുണ്ട്, പെൻഡ്രൈവ്. ഹീറോ സ്റ്റൈലായി തൻ്റെ സീനിയറുടെ മുന്നിലേക്ക് വന്ന് ആ പെൻഡ്രൈവ് വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് ഇത്രയും എവിഡൻസ് മതിയോ എന്ന് ചോദിക്കും. അടുത്ത സീനിൽ വമ്പൻ വമ്പൻ പോലീസ്. അവരെ നാട്ടിലെ കമാൻഡോ പോലീസ് എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ചോദിക്കലും പറയലും ഒന്നുമില്ല. എവിഡൻസ് ഉണ്ടെങ്കിൽ പൊട്ടീര് ടേട്ടേ എന്നുള്ള പൊട്ടീരെ നടക്കുള്ളൂ. ഈ ലൂക്കാസിന് പല ബോഡി ഗാർഡ്സും ഉണ്ടാവും. വെപ്പൺ ആരുടെ കയ്യിലുണ്ടോ അവരെല്ലാം പോലീസ് ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. ഒറ്റ വെടിക്ക് കൊന്നുകളയും. ലൂക്കാസിന് രക്ഷയില്ല. അവൻ കൈപൊക്കി നിരായുധപാണിയായിട്ട് നിൽക്കും. അവനെ പിടിച്ചു കെട്ടിയവര്. ഹീറോയും കൂട്ടുകാരും ബേസ്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ടോർച്ചർ ചാമ്പർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കില്ലർ. പോലീസുകാർ ലൂക്കാസിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ ലൂക്കാസിനെ കാറിൽ കയറ്റി ആ കാറിൽ ഒരാളായിട്ട് നമ്മുടെ സ്പൈഡർ പോലീസുകാരനും പോകുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് മനസ്സിലായി സ്പൈഡറും ലൂക്കാസും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഹീറോ പറയും, സ്പൈഡർ, നീ ഈ കാറിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ കവളം പോലീസ് പോയിക്കോളും, അതുകൊണ്ട് താൻ ഇറങ്ങും. സ്പൈഡർ ചാടി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്നു. അവന് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന്. അത് കഴിയുമ്പോൾ ഫോറൻസിക് ആൾക്കാർ ലൂക്കാസിന്റെ വീടെല്ലാം ചെക്ക് ചെയ്തിട്ട് ബയോളജിക്കൽ മെറ്റീരിയൽ ആയിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എവിഡൻസ് ആയിട്ട്. ഈ ചാമ്പർ ഉള്ളത് കൊണ്ട് അവനെ കൊലയാളിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബയോളജിക്കലായിട്ട് എന്തേലും വേണം, അറ്റ്ലീസ്റ്റ് ആ ലിപ്സ് എങ്കിലും വേണം. അവൻ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നു. ഒന്നുകൂടി ശ്രമിക്കാൻ പറയുമ്പോൾ രാത്രിയെല്ലാം ഇരുന്ന് ഫോറൻസിക് ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കും, ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇയാൾക്ക് മറ്റേതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാർ കൂടിയുണ്ട്. ആ ബാറിൽ ഇവർ ചെക്ക് ചെയ്ത് നോക്കും, ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് കവളം പോലീസ് പറയുക, തമാശയ്ക്ക് പറയുക, ഒരുപക്ഷെ മൂട്ടിനകത്ത് സ്വർണം സൂക്ഷിക്കുന്ന പോലെ അയാൾ കുത്തി ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ. ഇത് തമാശയാണെങ്കിലും പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു ബൾബ് തെളിയും. കസാറിന്റെ സാധനങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കണമെന്ന് ചോദിക്കുക അവൻ. എന്നിട്ട് ഇവർ ചെന്ന് കസാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവന്റെ ശരീരത്തുണ്ടായിരുന്ന സാധനങ്ങൾ അതെല്ലാം എടുത്ത് ചെക്ക് ചെയ്യാണ്. ബെൽറ്റ് ഉണ്ട്, മോതിരമുണ്ട്, അതിനൊപ്പം ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, ലെതർ കൊണ്ട് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ്. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ആ ബ്രേസ്ലെറ്റ് മനുഷ്യരുടെ ചുണ്ടുകളിലെ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയതാണ്. അതും എടുത്തുകൊണ്ട് ഹീറോ നേരെ ലൂക്കാസിനടുത്തേക്ക് ചെല്ലുന്നു. ലൂക്കാസിന്റെ കൂടെ ഒരു വക്കീലിരിപ്പുണ്ടാവും. വക്കീൽ പറയും, ഞങ്ങൾക്ക് ബെയിൽ വേണം, ഫിനാൻഷ്യൽ ഫ്രോഡല്ലേ നടന്നിട്ടുള്ളൂ, അതിന് ബെയിലൊക്കെ കിട്ടും, ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ ഫിനാൻഷ്യൽ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ കൊലപാതകത്തിനും കൂടി കാരണക്കാരനാണ് നിങ്ങളുടെ ക്ലയന്റ്. വക്കീൽ ചോദിക്കും, അതിന് പ്രൂഫ് വല്ലതും ഉണ്ടോന്ന്. ഹീറോ ആ ബ്രേസ്ലെറ്റിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഈ ബ്രേസ്ലെറ്റ് ഹ്യൂമൻ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയതാണ്. അതും ഒരുപാട് പെൺകുട്ടികളുടെ ചുണ്ടുകൊണ്ട്. അതിലെ ഒരു ചുണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ മരിച്ച സനറ്റയുടെ ആണ്. അത് കഴിഞ്ഞ് മരണപ്പെട്ട പെൺകുട്ടികളുടെ ബോഡി തന്റെ ഈ ക്ലയന്റ് എവിടെ ഒളിച്ചു വെച്ചിരിക്കുക. അത് എവിടെയാണെന്ന് അയാൾ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഉപദ്രവത്തിൽ ചെറിയ കുറവുകൾ ഉണ്ടാവാം. ചെറിയ കുറവേ ഉണ്ടാവുള്ളൂ, പിന്നെ ശിക്ഷയിലും എന്തേലുമൊക്കെ ഒരിളവ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത് കേട്ട് ആ സൈക്കോ തന്ത എന്താ പറയാന്ന് വെച്ചാൽ, ഒരാള് തന്റെ ഭാര്യയെ കൊന്നിട്ട് കുഴിച്ചു മൂടി, പക്ഷെ പുറകുവശം അയാൾ മണ്ണിന് വെളിയിലാക്കി. എന്തിനാണെന്നറിയോ? അയാൾ സൈക്കിൾ കൊടുക്കുമ്പോൾ ഒരു റാക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്തക്കിളവൻ ചിരിക്കും. അത്രയ്ക്ക് സൈക്കോ ആണ്. അയാളെ വലിയ ചങ്ങലക്കിട്ട് പൂട്ടുന്നു പോലീസുകാര്. അത് കഴിഞ്ഞ് ഈ സൈക്കോയ്ക്ക് സഹായം ചെയ്തു കൊടുത്ത പേരിന് സ്പൈഡറിനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ സ്പൈഡർ തോക്കും വെച്ച് നിൽപ്പുണ്ടാവും. സോ കമാൻഡോ പോലീസിന് വേറെ വഴിയില്ല, സ്പൈഡറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ എല്ലാവരെയും പിടിച്ച് കേസെല്ലാം അവസാനിച്ചതിന് ശേഷം ഹീറോ ചെന്ന് ജഡ്ജമ്മയെ കാണുന്നു. ലൂക്കാസിന്റെ അവസ്ഥ ഇനി എങ്ങനെയായിരിക്കും എന്ന് ജഡ്ജമ്മ ചോദിക്കുമ്പോൾ ഹീറോ പറയും, വളരെ സ്ട്രോങ് ആയ എവിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, ഇനി അവൻ ജയിലിന്റെ പുറം ലോകം കാണില്ല,
അവനെ സഹായിച്ചിരുന്ന ഓഫീസർ സ്പൈഡർ, അയാളും മരണപ്പെട്ടു. അയാളാണ് ജക്കുബയെ ഫ്രെയിം ചെയ്ത്. പല കേസിനും കസാറിനെ സഹായിച്ചു അയാളാണ്. പക്ഷെ ഇപ്പോഴും കസാറ് മോണിക്കയെ കൊല ചെയ്തു എന്ന് സമ്മതിക്കുന്നില്ല. അതെന്താ അങ്ങനെയെന്ന് ജഡ്ജമ്മ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അവൻ ചിലപ്പോൾ കളിപ്പിക്കുന്നതായിരിക്കും, അവന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ആ ബ്രേസ്ലെറ്റിലുള്ള DNA പരിശോധിക്കുമ്പോൾ മറ്റുള്ള പെൺകുട്ടികളുടെ ലിപ്സ് അതിലുണ്ട്, എന്നാൽ മോണിക്കയുടെ ഇല്ല. അതെവിടെയാണ് അവൻ ഒളിപ്പിച്ചിരിക്കണേന്ന് പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ സമയം എടുക്കട്ടെ, ഞങ്ങളത് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് ഹീറോ ജഡ്ജമ്മയോട് ചോദിക്കും. ജഡ്ജമ്മ പറയും, എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല. ഒരു കൂട്ടുകാരനുമൊത്ത് ഞാൻ വീക്കെൻഡ് ഐലൻഡിലുള്ള വിൻഡ്മിൽ ഹൗസിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. ഒന്ന് മാറി നിൽക്കുന്നല്ല. താനിനി എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എൻ്റെ മോളുടെ പിറന്നാളാണ് വരുന്ന ദിവസം, ഞാൻ അവളെ ചെന്ന് കാണണം. അപ്പൊ അമ്മച്ചി ചിരിച്ചിട്ട് തന്നെ കണ്ടാൽ കല്യാണം കഴിഞ്ഞ ഒരു അച്ഛനാണെന്ന് പറയേയില്ല. മോളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ചെറിയ മടിയോടെ ഹീറോ പറയാണ് മോണിക്ക എന്ന്. ജഡ്ജമ്മയുടെ മോളുടെ അതേ പേര്. ഒരുപക്ഷെ അതുകൊണ്ടും കൂടി ആയിരിക്കണം ഹീറോക്ക് ഈ കേസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവുക. ജഡ്ജമ്മ പറയും, മോളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചോ, എനിക്കത് സാധിക്കാതെ പോയി, നിനക്കെങ്കിലും സാധിക്കട്ടെ. അങ്ങനെയും പറഞ്ഞ് ബൈ പറഞ്ഞിട്ട് അമ്മച്ചി നമ്മുടെ ഡോക്ടർക്കുള്ള ഐലൻഡിലെ വിൻഡ്മില്ലിലേക്ക് പോവുകയാണ്. സോ അമ്മച്ചി പറഞ്ഞ കൂട്ടുകാരനാണത്. അവിടെ ചെന്ന് പാട്ടൊക്കെ വെച്ച് ഓരോ ഡ്രിങ്ക്സ് കഴിച്ച് ഇവര് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് മോളിലത്തെ മുറിയിൽ നിന്ന് മോൻ ഇറങ്ങി വരുന്നുണ്ടാവുക. നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? വീക്കെൻഡിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മോൻ പറയും, സോറി, ഞാൻ മറന്നുപോയി അച്ഛൻ വരുന്നുള്ള കാര്യം, ഞാനിപ്പോൾ പോയിക്കോളാം, നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. അത് കണ്ട് ജഡ്ജമ്മ, മോൻ ഇപ്പൊ തന്നെ പോണമെന്നില്ല, വിശക്കുന്നുണ്ടോ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം, അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി 3 പേരിരുന്ന് കഴിക്കുന്നു. അമ്മച്ചി പയ്യനോട് ചോദിക്കും, മോണിക്ക് നീയും മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നില്ലേ എന്ന്. അത് കേട്ട് പയ്യൻ പറയും, ഞാൻ അവളുമായിട്ടുള്ള ബന്ധം എങ്ങനെ കരുതിയിരുന്നു അതുപോലെയല്ല തിരിച്ച് അവൾ എന്നോട് പെരുമാറിയിരുന്നു, അവൾക്ക് മറ്റെന്തൊക്കെയോ ആഗ്രഹങ്ങളായിരുന്നു. അമ്മ പറയും, എനിക്ക് അവൾ അറിയാതെ പോയി എന്ന്. അത് കഴിയുമ്പോൾ ചെറുക്കൻ, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മച്ചി പറയും, പെട്ടെന്നൊരു തീരുമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാത്തിരിക്കാന്ന്. അപ്പൊ ഈ പയ്യൻ, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ നിങ്ങളോട് ആ കാര്യം പറഞ്ഞില്ലേ, അങ്ങേരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ? ഇത് കേട്ടുടനെ അച്ഛൻ ദേഷ്യപ്പെട്ട്, നീ ഇറങ്ങി പോകുന്നില്ലേ, ഭക്ഷണം കഴിച്ചെങ്കിൽ ഇറങ്ങി പോകൂന്ന് പറയും. അപ്പൊ മോൻ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പോവുകയാണെങ്കിൽ അച്ഛൻ ആ കാര്യം തുറന്നു പറയൂ, അവരതറിയാൻ അറിയിക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് മകൻ ഇറങ്ങിപ്പോകും. അപ്പം അച്ഛൻ അമ്മച്ചിയോട് പറയാണ്, ഡോക്ടർ അമ്മച്ചിയോട് പറയാണ്, അവൻ ഇപ്പോഴും എന്നെ വെറുപ്പാണ്, അവൻ്റെ അമ്മയെ അവൻ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാവാം, കുഴപ്പമില്ല എന്ന് പറയാം അമ്മച്ചി. അത് കഴിഞ്ഞ് ഇവരും കട്ടിൽമേ ഖജമുജാ ഹോകയാ. ഈ സമയത്ത് ഹീറോ തിരിച്ചു പോകുന്ന വഴിയെ പമ്പിൽ കാറ് നിർത്തിയിരിക്കെ ആ പമ്പിലെ ജീവനക്കാരി സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. ഹീറോ ആ പെൺകുട്ടിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോഴാണ് ഈ അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഹീറോയ്ക്ക് ഓർമ്മ വരിക. എൻ്റെ മോൾ ഒരു മോതിരം ധരിച്ചിരുന്നു, അത് അവളുടെ മുത്തശ്ശിയുടേതാണ്, അതൊരിക്കലും അവൾ അഴിച്ചു വെച്ചിട്ടില്ല, നിങ്ങൾക്കത് കിട്ടിയിരുന്നോന്ന്. ഇവർക്കത് കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ഹീറോ ഡോക്ടറെ മകന്റെ കയ്യിൽ ഒരു മോതിരിയിരിക്കുന്ന കണ്ടു, അതവൻ ഒളിപ്പിച്ചു വെച്ചു. പെട്ടെന്ന് എന്തോ മനസ്സിലാക്കിയ ഹീറോ കാറെടുത്ത് നമ്മുടെ അമ്മച്ചിയുടെ ലൊക്കേഷൻ നോക്കി അങ്ങോട്ട് പാഞ്ഞു വരാണ്. ഈ സമയത്ത് സ്നേഹപരിപാടി കഴിഞ്ഞ അമ്മച്ചി പല്ലും തേച്ച് ചുമ്മാ ഈ വീടിന്റെ മുകളിലേക്ക് ചെന്ന് നമ്മുടെ പയ്യന്റെ മുറി നോക്കുമ്പോൾ അവിടെ തന്റെ മോളുടെ മോതിരിയിരിക്കുന്ന കാണും. ഷോക്കായി ഞെട്ടി അവർ നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഡാഡി വന്നിട്ട്, എന്തുപറ്റി, എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക, എന്തേലും വേണമെന്ന് ചോദിക്കുക. ഉടനെ അമ്മച്ചി, എനിക്കിപ്പം തന്നെ വീട്ടിൽ പോകണം, നാളൊരു പ്രധാനപ്പെട്ട കേസുണ്ട്, അതിന്റെ കാര്യം ഞാൻ മറന്നു, പെട്ടെന്നൊരു ക്യാബ് വിളിക്ക്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പെട്ടിയെല്ലാം കെട്ടിപ്പെറുക്കി ഇറങ്ങുകയാണ്. അപ്പൊ ഈ അപ്പച്ചൻ വന്നിട്ട്, എന്തുപറ്റി, എന്തിനാ ഇറങ്ങണേന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, സോറി, എനിക്ക് വർക്കുണ്ട്, നിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുന്ന. അപ്പൊ ഡാഡി, നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്, എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അമ്മച്ചിയുടെ പുറത്ത് സൂചി കുത്തി കയറ്റും, ബോധം കെടുത്തി. ഇപ്പോഴാണ് യഥാർത്ഥ സംഭവത്തിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മോണിക്കയോട് അച്ഛൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞല്ലേ, അവൾ ഈ കൂട്ടുകാരന്റെ സഹായത്തോടു കൂടി ഇവർ ഔട്ട് ഹൗസിലേക്ക് വരുന്നു. ഈ ഡോക്ടറെ, ഇവിടെ എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഒളിച്ച് താമസിക്കാം, ആരും അറിയില്ല എന്ന് കൂട്ടുകാരൻ പറയും. അത് കഴിഞ്ഞ് ഇവര് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവളുടെ വിഷമങ്ങളൊക്കെ തന്റെ കൂട്ടുകാരനോട് പറയും. അവൻ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇനി നിന്നെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ മോണിക്ക, നമ്മുടെ പാരന്റ്സ് ഒരുമിച്ചിട്ടാണ്, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, ആ കാര്യം നിനക്കറിയാലോ, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ എനിക്കതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, കാര്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവള് പറയും, എന്റെ ശരീരം മൊത്തം വേദനയാണ്, എനിക്ക് കഴിയുന്നില്ല എന്ന്. കാരണം മൃഗീയമായിട്ട് പല ടൂൾസും കൊണ്ട് ഇവളെ പീഡിപ്പിച്ചിട്ടുണ്ട് ആ സൈക്കോ. അവള് ശരീരം മൊത്തം വേദനയാന്ന് പറയുമ്പോൾ ഈ ചെറുക്കൻ ദേഷ്യപ്പെട്ട്, നീ എല്ലാവരുടെ കൂടെയും കിടക്കുന്നു, പക്ഷെ എന്നെ മാത്രം സമ്മതിക്കുന്നില്ല, നീ ഒരിക്കലും എന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല, അതെന്താടി നിനക്ക് എന്നെ സ്നേഹിച്ച എന്റെ കൂടെ കിടന്നാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടവൻ
അവളുടെ തല വലിച്ച് നിലത്തേക്ക് ആഞ്ഞാഞ്ഞിടിക്കുകയാണ്. ഈ ഇടിയിലാണ് മോണിക്ക മരണപ്പെട്ടത്. അവനത് പ്രതീക്ഷിച്ചിട്ടില്ല. അവൻ അവളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചു പോയി. പ്രസന്റിൽ വരുമ്പോൾ അമ്മച്ചി കണ്ണു തുറക്കാണ്. അവരെ ബേസ്മെന്റിൽ കെട്ടിവെച്ചിട്ടുണ്ടാവും. പക്ഷെ പഴയ ചെയറായതുകൊണ്ട് അതിന്റെ ഹാൻഡിൽ അവർ പറിച്ചിട്ട് ടേബിളിൽ ഇരിക്കുന്ന കത്തിയെടുത്ത് തന്റെ ബാക്കിയുള്ള കെട്ടുകളും അഴിച്ച് മെല്ലെ അവിടുന്ന് പമ്മി മുകളിലേക്ക് വരുമ്പോൾ ഡോക്ടർ ഡാഡി തോക്കുമേന്തി അവിടെ ഇരിപ്പുണ്ടാവും. അയാൾ പറയും, എൻ്റെ മോൻ വളരെ നിസ്സഹായ അവസ്ഥയിലിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. എനിക്കവനെ രക്ഷപ്പെടുത്താതെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു. പലതവണ പിടികൊടുക്കണമെന്ന് അവൻ പറഞ്ഞാണ് വിചാരിച്ചാണ്. ഞാൻ സമ്മതിച്ചില്ല. അവസാനം അവൻ നിന്നോടെങ്കിലും ഈ സത്യം തുറന്നു പറയണമെന്ന് വിചാരിച്ചു. അവൻ ആ റിങ് അവിടെ വെച്ചിട്ട് പോയത് നിന്നെ ഈ കാര്യം അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഈ പെണ്ണ് മരണപ്പെട്ടു. മോൻ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ചെയ്ത് മോനെ ഈ കേസിൽ നിന്ന് കൊടുക്കാതെ രക്ഷപ്പെടുത്തണം. അവൻ അറിയാതെ സംഭവിച്ചാണ്. അമ്മച്ചി ചോദിക്കും, എന്തായാലും എൻ്റെ മോള് മരണപ്പെട്ടില്ലേ, എന്നിട്ടും താൻ പോലീസിനെ വിളിച്ചില്ലല്ലോ. ഡോക്ടർ പറയും, എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞ് എനിക്കെൻ്റെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കറിയാലോ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾ എത്ര വേദനിക്കുമെന്ന്. അവനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ബോഡി എങ്ങനെയെങ്കിലും മറവ് ചെയ്യണം, ഈ കേസിൽ നിന്ന് മകനെ രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ജക്കുബായ് പരോളിലാണെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു നേരത്തെ അവൻ ഇന്നസെന്റ് ആണെന്ന്. എന്തായാലും ജക്കുബായുടെ പേരിൽ പഴയ കേസ് ഉള്ളതുകൊണ്ട് അവനെ തന്നെ ഫ്രെയിം ചെയ്യാന്ന് വെച്ചിട്ട് പഴയ കൊലപാതകം എങ്ങനെയാണ് സംഭവിച്ചത് അതേ രീതിയിൽ ഞാൻ മോണിക്കയുടെ ഡെഡ് ബോഡി ആക്കിയിട്ട് ലിപ്സ് കട്ട് ചെയ്ത് കടലിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത്. അപ്പൊ അമ്മ ചോദിക്കും, എൻ്റെ മോളുടെ ചുണ്ടുകൾ എവിടെയാണ്, അതെവിടെയാണ് നീ മറച്ചു വെച്ചത്? അതിനുള്ള ഉത്തരം ഇയാൾ പറയുന്നില്ല. അപ്പോഴേക്കും ഒരു വെടി പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുക. നമ്മുടെ ഹീറോ ഈ ഔട്ട് ഹൗസിലേക്ക് എത്തിയ ഉടനെ ഒരു വെടി പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുക. ഓടി അകത്ത് വരുമ്പോൾ ജഡ്ജമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അയാൾ സ്വന്തം തലയ്ക്ക് വെടിവെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അമ്മ ആ മോതിരം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഹീറോയോട് ചോദിക്കും, താൻ എന്തുകൊണ്ടാണ് തിരിഞ്ഞു വന്നത്? കസാറല്ല എൻ്റെ മോളെ കൊന്നതെന്ന് നീ മനസ്സിലാക്കിയിരുന്നോ? ഹീറോ പറയും, അത്രയും പെൺകുട്ടികളെ കൊന്ന കസാർ എന്തുകൊണ്ട് മോണിക്കയുടെ കൊലപാതകത്തിൽ സമ്മതിച്ചില്ല? അതിലെനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് പറയും. എന്നിട്ട് അമ്മയും വിളിച്ചോണ്ട് വരുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ഈ ചെറുക്കൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങാണ്, ഞാനാണ് മോണിക്കയെ കൊന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസെല്ലാം തീർത്തു കഴിഞ്ഞ് ഹീറോ തൻ്റെ മോളുടെ അടുത്തേക്ക് ഓടി വരുന്നു. അവളെ മുറുക്കെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ വെച്ച് കോളേഴ്സ് ഓഫ് ഈവിൾ റെഡ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ.